ലക്ഷ്മണന്റെ കിഷ്കിന്ധയിലേക്കുള്ള പുറപ്പാട് തുടർച്ച. ലക്ഷ്മണൻ തന്നെ കൽപ്പന കേട്ട് അർക്കസുതൻ ചാരയെത്തിയെ അംഗദൻ ചിൽപുരുഷൻ തന്റെ ആഗമന വൃത്താന്തം എത്രയും വ്യക്തമായി ചൊല്ലിയറിയിച്ചു. അർക്കസുതൻ ക്ഷണം കേസരിസൂതനോടിത്തമുര ചെയ്തു വേഗേന ചെന്ന് ലക്ഷ്മണനെ സ്വീകരിച്ചാസനമേകി അർഘ്യപാദ്യങ്ങളാൽ പൂജിക്ക വേണം. രക്ഷ മഹാറാണി താരയും മോദേന കിഷ്കിന്ധാദ്വാരേ ചെന്ന് വേഗേന യുക്തിപൂർവമായി കാര്യങ്ങൾ ചൊല്ലി ഉത്തമ പുരുഷനെ ആനയിപ്പിച്ചിത്തം എത്രയും വേഗേന വാനര സൈന്യത്തെ ഉത്തമയാം രാമസവിധേ എത്തിച്ച് ഉത്തമയായുള്ള ശ്രീരാമപത്നിയെ നക്തഞ്ചരിൽ നിന്നും രക്ഷിക്കും നിർണയം. സുഗ്രീവൻ ശ്രീരാമസന്നിധിയിൽ. സുഗ്രീവനും മറ്റു വൃക്ഷമുഖ്യന്മാരും ലക്ഷ്മണനൊത്ത് തേരിൽ കരേറി തുങ്കാദ്രി തന്നിലെ ഗഹ്വരം തന്നിൽ തുഷ്ടിഭാവത്താലെത്തി വേഗേന ദുഃഖനിമഗ്നനായി വൽക്കലധാരിയായി ഗഹ്വരത്തിൻ ചാരേ പ്രസ്തരം തന്നിൽ പത്മാക്ഷനെ പോൽ ശോഭിക്കും രാമനെ ദർശിച്ച് സുഗ്രീവൻ നമസ്കരിച്ചാൻ ക്ഷണം. സീതാന്വേഷണം. മിത്രതനയനും മറ്റു കവികളും രാമൻ തന്നുത്തമ പാദത്തിൽ വന്നിച്ച നേരം ഭക്തപ്രിയനായ രാമൻ ദയാപരൻ രുഷ്ടഭാവം വെടിഞ്ഞെത്രയും വേഗേന കുംഭീന്ദ്രരെ പോൽ ശൈലസമാനരും കണ്ഠീരവരെ പോൽ ശൗര്യം പൂണ്ടവരും അഞ്ജുണികളെ പോൽ വിനയാന്വിതരുമായ കവിവരരെത്ര സഹസ്രം പങ്കജ സംഭവപുത്രൻ ജാമ്പവാനും അംശുമാൻ തൻ ശിഷ്യൻ ഹനുമാനും പിന്നങ്കദൻ നീലൻ ഗജൻ എന്നിവരും സന്നിഹിതരായി ദേവനെ വന്ദിച്ചു. ശ്രീരാമവാക്യങ്ങൾ മാനിച്ച് സുഗ്രീവൻ വാനരവൃന്ദത്തെ എല്ലാ ദിശയിലും വേഗേന പോകുവാൻ ഉത്തരമേകീക്ഷണം തൻ സീതയെ വേഗേന കണ്ടുപിടിക്കാൻ. ഭല്ലൂകവൃന്ദത്തിൻ നായകനാകിയ പവമാനന നന്ദനൻ ഹനുമാന്റെ കൈകളിൽ അങ്കുലീയമേകിയിട്ടോതി രഘുവരൻ എന്നങ്കനക്കേകി നീ സാന്ത്വനിപ്പിക്കേണം. പിന്നെയൊരടയാളവാക്യവുമുര ചെയ്തു മഞ്ഞിൽ തനയ തന്നീഷയ അകറ്റുവാൻ സന്ദേഹമില്ലാതെ പോയി വരുവാൻ അർത്ഥിച്ചനുഗ്രഹമേകി വേഗേന. പിന്നെയൊരടയാളവാക്യവുമുര ചെയ്തു മഞ്ഞിൻ തനയ തന്നീഷലകറ്റുവാൻ സന്ദേഹമില്ലാതെ പോയി വരുവാൻ അർത്ഥിച്ച് അനുഗ്രഹമേകി വേഗേന. സ്വയം പ്രഭാഗതി. ദക്ഷിണദിക്കുകൾ താണ്ടി ഹനുമാനും മറ്റു വൃക്ഷശ്രേഷ്ഠന്മാരും യാത്ര ചെയ്യുമ്പോൾ പുഷ്ടപിപാസയാൽ ക്ഷീണിച്ചിട്ടേവരും പുഷ്കരം തേടി നടന്നു വേഗേന. പക്ഷങ്ങളിൽ നിന്നും തോയം തൂവുന്ന ചക്രാംഗങ്ങളെ കണ്ട നേരം അവർ സ്വച്ഛമായൊഴുകുന്ന നെൽസരം കാണുമെന്നുൾക്കാമ്പിൽ മോഹിച്ചു നടന്നു പിന്നെയും. ഏണാങ്കൻ നേത്രനീലീമനം ചെയ്കയാൽ ദ്വാന്തം നിറഞ്ഞ പന്ഥാവിലൂടെ കോകങ്ങളെയും മറ്റു ഹിംസ്രജന്തുക്കളെയും പേടിച്ച് യാത്ര തുടർന്നവർ പിന്നെയും. രാമൻ പരാപരൻ ചാരുരൂപൻ തന്നെ ധ്യാനിച്ചിട്ടേറെ നടന്ന നേരം തൂമ തൂവുന്നൊരു ദേശം ദർശിച്ച് ആനന്ദതുന്തിലരായവർ ക്ഷിപ്രം. ഹേമനിറമൊത്ത പക്വഫലങ്ങളാൽ പൂരിതമായ ദ്രുമസഞ്ചയവും സാരസം തൂവിയ സ്രോതസ്വിനിയും പീയൂഷമായവർക്കേവർക്കും നിർണയം.
തത്ര ദർശിച്ചവരാർച്ചിസിൻ ജ്വാല പോലെത്രയും ചാരുതയാർന്നോരു നാരിയെ നിശ്ചല ധ്യാന നിരതയാമമ്പയെ തൽക്ഷണം കണ്ടു തൊഴുതെല്ലാവരും. ഋക്ഷവീരരോട് പ്രീതി പൂണ്ട ദേവി പക്വഫലവും പുഷ്കരവുമെല്ലാം ഇഷ്ടം പോലെ ഏകി സാന്ത്വനിപ്പിച്ചിട്ട് തൻ വൃത്താന്തം ചൊല്ലി അറിയിച്ചു സത്വരം. വിശ്വകർമാവിൻ തനൂജയാമങ്കന മുഗ്ധലാവണ്യമിയെന്ന ശുഭദജൻ നൃത്തം ദർശിച്ച ഗിരീശൻ തോഷത്താൽ ഉത്തമമായൊരു പത്തനമേകി. 10 കോടിയോളം വർഷം വസിച്ചാൾ ഈ പത്തനം തന്നിൽ തുഷ്ടചിത്തത്തോടെ. പിന്നെ ഉത്തമ ലോകമാം വൈകുണ്ഠദേശേ എത്താനായി ഉത്സുകയായവൾ സത്വരം. അന്നേരം തൻ സഖിയാകിയ എന്നോട് നിർമ്മല സ്നേഹമിയെന്നവളോതി നിർവാണദായകനാകും പരാപരൻ നേമീസുതനായി പിറന്നിടും സത്വരം. രാമനെന്നാഖ്യയാൽ അറിയുന്ന ദേവന്റെ പ്രാണപ്രേയസിയെ തേടിയൊരു ദിനം വാനരശ്രേഷ്ഠന്മാരെത്തിയിടും കാലം പ്രീതിയാൽ അവരെ നീ സൽക്കരിക്കേണം. അന്നുവരെ നീ ഈ ആരണ്യം തന്നിൽ ചിന്മയനാഥനെ ധ്യാനിച്ചും കൊണ്ട് പുണ്യകർമ്മങ്ങളിൽ വ്യാപൃതയായി നിൻ ജന്മം സ്വാർത്ഥകമാക്കി വസിക്ക നീ. ഇത്തം കഥിച്ച് സ്വയം പ്രഭയെന്ന ഉത്തമയോഷേത് ചിത്തം തെളിഞ്ഞ് ഉത്തമദേവനാം രാമനെ ദർശിച്ച് മുക്തിപദം തന്നിലെത്താൻ കൊതിച്ചു.